ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. വിദ്യാഭ്യാസത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. നമ്മളത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നാൽ പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് വിദ്യാഭ്യാസത്തിലുള്ള ചാലഞ്ചസ്, നമുക്കുള്ള ഡൗട്ടും കാര്യങ്ങളുമൊക്കെ ക്ലിയർ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ അല്പം ബുദ്ധിമുട്ടായിരുന്നു. അതിനുള്ള സോഴ്സുകൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് പല റിസോഴ്സസുകൾ അവൈലബിളാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ തന്നെ പല ആപ്ലിക്കേഷൻസ്. അതിലൊരു ആപ്ലിക്കേഷനാണ് ChatGPT. അപ്പോൾ ChatGPT ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പഠനം മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാമെന്ന് ഉള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, പേരൻസിനും. പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ധാരാളം ഹോംവർക്കുകളും കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ പേരൻസിന് അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ChatGPT എന്ന ആപ്ലിക്കേഷൻ പേരൻസിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യമേ തന്നെ നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. സപ്പോസ് നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടെൻസ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽസ് കിട്ടും. ടെൻസ് റെഫേഴ്സ് ടു ദ ടൈം ഓഫ് ആക്ഷൻ ഇൻ ദ സെൻറ്റൻസ്. കണ്ടോ, 3 തരത്തിലുള്ള സെൻറ്റൻസുകളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതുപോലെ അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷനും പറയുന്നുണ്ട്. സിമ്പിള്, അതുപോലെ കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇത് നമ്മൾ ടെൻസ് എന്ന് മാത്രം അടിച്ചു കൊടുത്തുകൊണ്ടാണ് ഇത്ര ഷോർട്ടായിട്ട് വന്നത്. നമ്മുടെ ആവശ്യം എന്തുവാണെന്ന് കൃത്യമായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അതുമാത്രമല്ല, ഇതിൻ്റെ എൻഡിൽ അവർ വീണ്ടും നമ്മളോടൊരു ചോദ്യം ചോദിക്കും. കേട്ടോ, വുഡ് യു ലൈക്ക് എക്സാമ്പിൾസ്, ആക്ടിവിറ്റീസ് ഓർ എക്സ്പ്ലനേഷൻ ഇൻ മലയാളം ഓർ ഫോർ എ സ്പെസിഫിക് ക്ലാസ് ലെവൽ? നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിനനുസരിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ച് അവിടെ ഏസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ നിങ്ങളുടെ ക്ലാസ് ഏതാണെന്ന് അടിച്ചു കൊടുത്താൽ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ, ഇത് വളരെ ഷോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷനുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അത് ഒരു വഴിയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഗ്രാമർ ക്ലാസ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ഉപയോഗം കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ എന്തിനെങ്കിലും ആൻസർ കണ്ടുപിടിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സമയം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ, സമയം ഒരുപാട് എടുക്കുമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്താലും മതി. അതിൻ്റെ ആൻസർ അവർ തരും. ഇപ്പോൾ ആസ്ക് എനിത്തിങ് എന്ന് ഇവിടെ കാണുന്നില്ലേ, അതിൻ്റെ തൊട്ട് ഇടത് സൈഡിലായിട്ട് ഫോട്ടോസിൻ്റെ ഐക്കൺ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആൻസർ പ്ലീസ്. ആൻസർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും തീർച്ചയായിട്ടും ആൻസർ ലഭിക്കും. കണ്ടോ, ആൻസർ വരുന്നുണ്ടോ? ഹിയർ ആർ ദി ആൻസേഴ്സ് ഓഫ് ദി മാപ്പ് സ്കിൽ സെക്ഷൻ വിത്ത് ഹെൽപ്പ് ഫ്രം എ മാപ്പ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫോളോവിങ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാപ്പ് റീഡിംഗ്. സോ ദി ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യ ലൈങ് ഇൻ ദി അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമയം, കാരണം കൂടുതൽ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുണ്ട്, ഒരുപാട് സമയം നമുക്ക് വായിച്ച് കളയാൻ സമയമില്ലെങ്കിൽ വായിച്ച് ആൻസർ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഒരുപാട് വർക്കൊക്കെ ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുപിടിച്ചത് ശരിയാണോ എന്നൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാത്സിൻ്റെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോഗ്രാം, സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾക്കൊരു സ്പീച്ച് പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, സ്പീച്ച് എബൌട്ട് ലീഡർഷിപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ഒരു
ടോപ്പിക് വരും. ഇനി വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ ഒരു 4ലോ 5ലോ ഒക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ 10ലാണ് പഠിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലാംഗ്വേജിലും സ്പീച്ചിൻ്റെ ലെങ്തിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവണം. അതുപോലെ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് അനുസരിച്ചിട്ടുള്ള ലാംഗ്വേജ്, ഇപ്പോൾ 4ൽ 3ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ്, സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസ്സും കൂടെ അവിടെ മെൻഷൻ ചെയ്താൽ അതിനനുസരിച്ചുള്ള വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് വരും. അതേസമയത്ത് 10ലോ 12ലോ ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ സെൻറ്റൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ് മെൻഷൻ ചെയ്താൽ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ ഫോമായിട്ട് വരും. അതുപോലെ പേരൻസിനും ഇതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് കൊച്ചുകുട്ടികളെയൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഗ്രാമറൊക്കെ വരുമ്പോൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഗ്രാമറൊക്കെ വരുമ്പോൾ ചെറിയ ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് തന്നെയാണോ ആൻസർ എന്നൊന്ന് കൺഫേം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആൻസർ പ്ലീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതുപോലെ തന്നെ ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ മാത്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ പ്ലീസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും ലഭിക്കും. നിങ്ങൾക്ക് അത് നോക്കിയതിന് ശേഷം കൊച്ചുകുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനായിട്ടും സാധിക്കും. അങ്ങനെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണ് ChatGPT. ഇതിനേക്കാൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇത് ബേസിക്കായിട്ടുള്ള ഒരു യൂസേജിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെയും സപ്പോസ് പേരൻസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുക്കണം, കുട്ടികൾക്ക് ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുക്കണം. നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് അവിടെ ടോപ്പിക് എന്താണ്, നിങ്ങൾക്ക് വേണ്ടത് ആവശ്യം എന്താണ് എന്ന് മാത്രം ടൈപ്പ് ചെയ്തിട്ട് ലീവ് ലെറ്റർ എന്ന് കൊടുത്താൽ മതി. റീസൺ ടൈപ്പ് ചെയ്തിട്ട് ലീവ് ലെറ്റർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലീവ് ലെറ്റർ ഫോം ചെയ്ത് വരും അവിടെ. അപ്പോൾ ലീവ് ലെറ്റർ വേണമെങ്കിൽ ലീവ് ലെറ്റർ ഫോർ സൺ റീസൺ ഫീവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ടുള്ള ലീവ് ലെറ്റർ, സാമ്പിൾ ലീവ് ലെറ്റർ കിട്ടും. ക്ലാസ് ടീച്ചർ, ക്ലാസ്സിൻ്റെ നെയിം, റീസൺ, ഇതെല്ലാം ജസ്റ്റ് നമ്മളിവിടുന്ന് കോപ്പി ചെയ്ത്, അതുപോലെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത് ജസ്റ്റ് നമുക്ക് ടീച്ചേഴ്സിന് ഫോർവേഡ് ചെയ്താൽ മതി. അത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ലീവ് ലെറ്റർ മാത്രമല്ല, എന്തെങ്കിലും റിക്വസ്റ്റ് ലെറ്ററുകളോ കാര്യങ്ങളോ ഒക്കെ സ്കൂളിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റിക്വസ്റ്റ് ലെറ്റർ ഒന്ന് അടിച്ചിട്ട് റീസൺ അല്ലെങ്കിൽ റിക്വസ്റ്റ് എന്താണെന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഇത്തരം കാര്യങ്ങൾ കിട്ടും. അങ്ങനെ വളരെ ഫലപ്രദമായിട്ട് പാരൻസിനും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ChatGPT ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിരുന്നെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.